ഞാൻ വീണഭൂവിനെ കുറിച്ച് വീണഭൂവ് ആദ്യം ക്രിസ്തുവാന്റെ മിതവാദി എന്ന പത്രത്തിൽ അത് സംസാരിക്കുന്നവരാണ്. കവി എന്ന പേരിലും കുമാരനാശാനെ പരാമർശിച്ചിട്ടില്ല. പക്ഷെ അദ്ദേഹം കുഞ്ഞു രാജയുടെയായിരുന്നു. ആ രണ്ട് സാഹിത്യ ജാതിയുടെ പേരിലും ഒക്കെ ദൈവത്തെ മുൻനിർത്തിയും ഒക്കെ കലഹിക്കുമ്പോൾ ഈശ്വരനെ ആരാധിക്കാൻ സാധിക്കുക എന്നൊരു സമൂഹമാണ് എന്നൊക്കെ കൃത്യമായ ദിശാബോധം ഉണ്ടായിരുന്നു. എല്ലാ മനുഷ്യരെയും ഒന്നിപ്പിക്കുന്നതിന് വേണ്ടിയാകണം ക്ഷേത്ര ആരാധന എന്ന മഹത്തായ സന്ദേശമാണ്. സാഹോദര്യം ഉദിക്കണം. അതുതന്നെയാണ് എല്ലാ സംഘടനയുടെയും മതത്തിൻ്റെയും ആവോളം ഏറ്റുവാങ്ങാൻ ഭാഗ്യം ലഭിച്ച സുഹൃതിയാണ് മഹാകവി കുമാരനാശാൻ. അപ്പോൾ ദുഃഖം ഉണ്ടായത് ബുദ്ധി ആശാന്റെ രൂഢമൂലമായിരുന്നു. നോക്കിയാൽ നോക്കാത്ത ആരും പ്രതികരിക്കാനില്ലാത്ത പത്രവാർത്തകളും സമകാലിക ഗുരുദേവൻ ശിവലിംഗവും തലയിലേന്തി കരയിലും അതിലൂടെ പ്രതിഷ്ഠിച്ചു. ആ അമ്പലത്തിൻ്റെ മുന്നിൽ അനേകം ജീവിതങ്ങളിലൂടെ അദ്ദേഹം പ്രമേയത്തിലെ ആഖ്യാനത്തിലെ ബിംബകൽപ്പനയിലെല്ലാം ഒരു നവഭാവുകത്വം നൂതനത്വം സൃഷ്ടിച്ച നവോത്ഥാനത്തിൻ്റെ കവിയാണത്. നമ്മുടെ ഈ നാട്ടിൻ്റെ അന്ധവിശ്വാസങ്ങളെയുമെന്ന് ആക്ഷേപിച്ചു. ആ ഭ്രാന്താലയത്തെ സംസ്കാര കേരളമായി മാറ്റിയത് കുമാരനാശാനാണ്. ഗുരുദേവൻ്റെ ആത്മീയതയോടൊപ്പം അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടിയത് തന്നെ ആദ്യത്തെ ഭാവഹീനമായ വീണഭൂ. ആശാൻ ഏറ്റവും വലിയ ശ്രേഷ്ഠ കാവ്യരംഗ വീണഭൂവിനെയാണ്. വീണഭൂവാണ് കാൽപ്പനികതയ്ക്ക്